ചർച്ചകൾക്കിടയിലും പാക് അധീന കശ്മീരിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി പാക് സൈന്യവും രംഗത്തുണ്ട്. നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് POKയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിനെ സമീപിച്ചു. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായ ദൃശ്യങ്ങളാണ് പാക് അധീന കശ്മീരിലെ മുസഫറാബാദ്, മിർപൂർ, പൂഞ്ച്, നീലം, ബിംബർ എന്നിവിടങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ജനകീയ പ്രതിഷേധം 4ാം ദിവസത്തിലും രൂക്ഷമായി തുടരുകയാണ്. കൂടുതൽ സൈന്യത്തെ ഇറക്കി അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങി. സൈന്യത്തിന്റെ വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു. സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങിയെങ്കിലും POK പ്രധാനമന്ത്രി അൻവറുൽ ഹക്കുമായും മന്ത്രിമാരുമായും ചർച്ചയ്ക്കില്ലെന്ന് ആവാമി ആക്ഷൻ കമ്മിറ്റി നിലപാടെടുത്തു. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ഫലം കണ്ടില്ല. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇതുവരെ 12 പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.